കുവൈത്ത് തീപിടുത്തത്തിൽ മരിച്ചവർക്ക് ജന്മനാടിന്റെ അന്ത്യാഞ്ജലി. പത്തനംതിട്ട ജില്ലയിലെ 2 പേരുടെയും ആലപ്പുഴ, കോട്ടയം ജില്ലകളിലെ ഓരോരുത്തരുടെയും സംസ്കാരം പൂർത്തിയായി. അപകടത്തിൽപ്പെട്ടവരുടെ കുടുംബത്തെ കൈവിടില്ല എന്ന് NBTC കമ്പനി ഉടമ KG എബ്രഹാം പറഞ്ഞു. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മരിച്ചവരുടെ കുടുംബത്തെ സന്ദർശിച്ചു. കുവൈത്ത് തീപിടുത്തത്തിൽ മരിച്ച കോട്ടയം പാമ്പാടി സ്വദേശി സ്റ്റെഫിന്റെ മൃതദേഹം രാവിലെയാണ് വീട്ടിലേക്ക് കൊണ്ടുവന്നത്. സ്റ്റെഫിനെ കാണാൻ NBTC ചെയർമാൻ KG എബ്രഹാമും എത്തി. പക്ഷെ ഇതിങ്ങനെ സംഭവിച്ചത് ഒത്തിരി പ്രയാസമുണ്ട്. ഭയങ്കര മിടുക്കനായിരുന്നു, ഭയങ്കര മിടുക്കൻ. ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയണം, എന്നാലാകുന്നത് ഞാൻ ചെയ്യാം. 9-ാം മൈലിലുള്ള IPC ബദൽപ്പള്ളി സെമിത്തേരിയിലായിരുന്നു സംസ്കാരം. ചെങ്ങന്നൂർ പാണ്ടനാട്ടുള്ള മാത്യു തോമസിന്റെ വീട്ടിലേക്ക് രാവിലെ മുതൽ തന്നെ അണമുറിയാത്ത ജനപ്രവാഹമായിരുന്നു. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ അടക്കം അന്തിമോപചാരം അർപ്പിച്ചു. ഉച്ചകഴിഞ്ഞ് പാണ്ടനാട് യോർദാൻപുരം സെന്റ് ഗ്രിഗോറിയോസ് പള്ളി സെമിത്തേരിയിൽ സംസ്കാരം. ചെങ്ങന്നൂർ ഭദ്രാസനാധിപൻ മാത്യൂസ് മോർ തിമോത്തിയോസ് മെത്രാപ്പൊലിത്ത സംസ്കാര ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി. പത്തനംതിട്ട കോന്നി അട്ടച്ചാക്കളിലെ സജു വർഗീസിന്റെ മൃതദേഹം 10 മണിയോടെ വീട്ടിലെത്തിച്ചു. ഉച്ചതിരിഞ്ഞ് അട്ടച്ചാക്കൽ സെന്റ് തോമസ് മർത്തോമ പള്ളി സെമിത്തേരിയിൽ സംസ്കാര ശുശ്രൂഷകൾ നടന്നു. മൃതദേഹം ഏറ്റുവാങ്ങാൻ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയപ്പോൾ മുതൽ നിറഞ്ഞ കണ്ണുമായി തളർന്നിരുന്ന സിബിൻ ടി എബ്രഹാമിന്റെ പിതാവ് മകന്റെ ചേതനയേറ്റ ശരീരം വീട്ടിലെത്തിച്ചപ്പോൾ വിഷമം കടിച്ചമർത്തി മകന്റെ അരികിലിരുന്നു. രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ പ്രമുഖരും നാട്ടുകാരുമടങ്ങുന്ന വൻ ജനാവലി സിബിനെ യാത്രയാക്കി. കീഴ്വായ്പൂർ സെന്റ് തോമസ് മർത്തോമ പള്ളി സെമിത്തേരിയിലാണ് സംസ്കാരം നടന്നത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 പത്തനംതിട്ട.